ഗൈസ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു രസമാണ്. ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു ഒരു കഷ്ണം പൂണ്ട്, ഒരു കഷ്ണമല്ല ഒരു കുടം പൂണ്ട്, പിന്നെ ചെറിയ ഉള്ളി 5 ടൊമാറ്റോ ചെറുതാണെങ്കിൽ 2, പിന്നെ കുറച്ച് കുരുമുളക്. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചേർത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിൽ, എന്നാലും ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാറായി. അതിലോട്ട് 1 ടീസ്പൂൺ കടുക്, ഓഫായിപ്പോയി. 1 ടീസ്പൂൺ കടുക്, ഇപ്പോൾ കടുക് പൊട്ടാറാവുകയായി. കടുക് പൊട്ടുന്നുണ്ട്. കട നല്ലോണം പൊട്ടി. ഇനി നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റുക. ഇതിന് ചുവന്ന കളറാവുന്നത് വരെയും നമുക്കിതിനെ വഴറ്റാം. ഇത് ചുവന്ന കളറായി വരണം. നമ്മൾ ഇട്ട് കൊടുക്കാം ഈ ഉള്ളി, കുരുമുളക്, പൂണ്ട്, തക്കാളി. ഇത് 3 നല്ല ചുവന്ന കളറായി വരണം. നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ നമ്മുടെ ഇത് മല്ലിപ്പൊടി, അത് ഇച്ചിരി കൂടുതൽ എടുത്തോണം. 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എങ്കിലും നല്ല കുറുക നിൽക്കത്തുള്ളൂ, കട്ടിയായിട്ട് നിൽക്കത്തുള്ളൂ. ഇനി വളരെ കുറച്ച് കൊടുക്കുക. നമ്മൾ കുരുമുളക് ഇട്ടത് കൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നന്നായി വഴറ്റുക. തീ കുറച്ചിട്ടാണ്. നല്ല തിക്കായ ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും. ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കരിയാത്ത വിധം ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ പരുവം. തിക്കാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ നാരങ്ങ വലുപ്പത്തിൽ പുളി ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത്
കലക്കാം. ഇത് നല്ലോണം ഉടച്ചെടുക്കണം. കണ്ടോ, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. തീ കൂട്ടി കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം, നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളമൊഴിച്ച് കലക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി കലക്കുക. അതിനിടയിൽ ഉലുവ പൊടിച്ചെടുത്തതാണ്. ഇത് ഈ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ. അതും ഇട്ട് കൊടുത്ത്, ഇനി കായമാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കായപ്പൊടി യൂസ് ചെയ്യാം. കായപ്പൊടി യൂസ് ചെയ്യാം. ഇതെല്ലാം ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കായപ്പൊടി ഇടാവൂ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കറക്റ്റാണോ? ഇതിലവസാനം കൊത്തുമല്ലി, കറിവേപ്പില അരിഞ്ഞത്. കായവും മല്ലിയും മുളകും ജീരകവും എല്ലാം, ജീരകം ഞാൻ ഇടത്തില്ല, ചിലരിടും. മല്ലിപ്പൊടി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ചിലരിടുന്നവരുണ്ട് കേട്ടോ ജീരകപ്പൊടി, ഞങ്ങളിടത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വെച്ചിരിക്കാം. നമ്മുടെ രസം ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ നമുക്കൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് കാണാം.